ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ചാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. ഏത്തയ്ക്കായും വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴവും വെള്ളരിക്കയും പച്ചമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ണം മൂടി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് തേങ്ങയുടെ പച്ച വാസനയൊക്കെ ഒന്ന് മാറുന്ന വരേക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരും. അപ്പോൾ കഷ്ണമൊക്കെ വെന്തു, കണ്ട വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് തൈര് ഒന്ന് ഉടച്ചെടുത്തതാണ്, വെള്ളമില്ലാതെ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അല്പം കരിവേപ്പില ചേർത്തു. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. തിളയ്ക്കാൻ പാടില്ല. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളയ്ക്കാൻ വയ്ക്കരുത്. തുടർച്ചയായിട്ട് ഇളക്കി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പതയാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്തു. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അങ്ങോട്ട് വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക്, മുളക്, കരിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വറുത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു സൈഡ് ഡിഷ് തോരൻ തയ്യാറാക്കാം. ക്യാബേജും ബീട്രൂട്ടുമാണ് തോരൻ വയ്ക്കുന്നത്. ക്യാബേജ് കൂടുതലും ബീട്രൂട്ട് വളരെ കുറച്ചും എടുത്താൽ മതിയാവും. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് പൊട്ടി വന്നപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്തു. കുറച്ച് കരിവേപ്പില, കുറച്ച് മുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നമ്മൾ കുറച്ച് വയ്ക്കണം. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ബീട്രൂട്ടും അതിലേക്ക് ചേർക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു തോരനാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. രുചിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തു. ഉപ്പെല്ലായിടം പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക് അതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അല്പം സമയം ഒന്ന് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമ്മുടെ രുചികരമായ തോരൻ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. തേങ്ങയുടെ പച്ചവാസനയൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നൊരു സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ച് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം.